അല്ല നോക്കൂ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൊന്നും തന്നെ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയുന്നതിന് പകരം മറുചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്. നിരവധി കോടതി വിധികളിൽ, അത് ഹൈക്കോടതി ആയിക്കോട്ടെ, രാജ്യത്തുള്ള വിവിധ കോടതികളായിക്കോട്ടെ, സുപ്രീം കോടതി ആയിക്കോട്ടെ, ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, ഭരണകർത്താക്കളെ കുറിച്ചൊക്കെയുള്ള കേസുകളിൽ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന്. അപ്പൊ അത് സീസറിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞുകൊണ്ട് ഭാര്യയെ പറ്റി മാത്രമേ പറയാവൂ എന്നല്ല, സീസറിന്റെ പിന്നെ മകനും മകളും മരുമകനും ഒക്കെ തന്നെ സംശയത്തിന് അതീതരായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികാര സ്ഥാനത്തിരിക്കുന്ന, സമഗ്രമായിട്ടുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മകൾ ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു. ആ കമ്പനിക്ക് ഇതേപോലെ ഒരു കരാറിന്റെ പുറത്ത് ഒരു കോൺട്രാക്ട് കിട്ടുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബന്ധുവുമായിട്ടുള്ള വ്യക്തിത്വം എന്ന രീതിയിൽ മാത്രമേ ആൾക്കാർ കരുതുകയുള്ളൂ. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട എൻക്വയറികളിൽ അവർക്കൊരു ക്ലീൻ ചിറ്റ് ഉണ്ടാകണം. നാളെ ഇതുവരെ ശ്രീ പ്രഭാത് മനസ്സിലാക്കേണ്ടത് അതാണ്. CPM-ന്റെ സംസ്ഥാന സമിതിയാണെങ്കിലും ശ്രീ MV ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി തന്നെയാണെങ്കിലും മറ്റുള്ള ആൾക്കാരെല്ലാവരും ഈ വിഷയത്തിൽ ഇത്രയും വലിയ വിശദീകരണങ്ങളും ക്യാപ്സൂളുകളുമായിട്ടൊക്കെ വന്നതിന് ശേഷവും ആ കമ്പനിയുടെ ഭാഗത്ത് ഈ രീതിയിലത്തേക്കുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പിന്നെ വിശദീകരിക്കേണ്ടുന്ന, അതല്ലെങ്കിൽ തന്റെ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യേണ്ടതിന്റെ ലയബിലിറ്റി എന്തിനാണ് സർക്കാരിന് വരുന്നത്, എന്തിനാണ് അത് CPM-ന് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? അപ്പൊ എന്തിനാണ് CPM ഇതിനെ പറ്റി വിശദീകരിക്കുന്നത്? ആ കമ്പനി നേരത്തെ ശ്രീ പ്രഭാത് പറഞ്ഞിരിക്കുന്ന അതേ ന്യായം ഉപയോഗിച്ചു തന്നെ പറയുകയാണെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്താണ്? അത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അവരൊരു ഇൻഡിവിജ്വലാണ്, അവർക്ക് ഈ നാട്ടിൽ ബിസിനസ് നടത്താനുള്ള എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ നിയമക്കുരുക്കോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അവരാണ് വിശദീകരിക്കേണ്ടത്, അല്ലാതെ മന്ത്രിയല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല, പാർട്ടിയല്ല എന്ന് പറയണമായിരുന്നു. അതിന് മുൻ കീഴ്വഴക്കങ്ങൾ നിരവധിയായിട്ടുണ്ടല്ലോ. ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പാർട്ടിയെല്ലാം ഇതേപോലെ സംസ്ഥാന സമിതി കൂടി ഒരു ഇണ്ടാസിറക്കുകയായിരുന്നു? അല്ല. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിരുന്നതിന് ശേഷം ഇതിനെപ്പറ്റി ഞങ്ങൾ വിശദീകരിക്കാം, ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയായിരുന്നോ? അല്ല. ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അതിൽ നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡീവിയേഷൻ ഇന്ന് കാണുന്നുണ്ട്. ഈ പ്രശ്നത്തിനെ ഓണപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നത് പാർട്ടിയാണ് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വന്നിരിക്കുന്ന ഉത്തരവ് വളരെ കൃത്യമായിട്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ROCയുടെ എൻക്വയറിയുടെ ഫലമായിട്ട് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേവലം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ട് നമ്മൾ അതിനെപ്പറ്റി ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി CPM സ്വയം എടുത്ത് തലയിൽ വെച്ചതുകൊണ്ടാണ്. കാരണം അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ വിശദീകരണം പറഞ്ഞതിന് ശേഷം അവർക്ക് ഒഴിഞ്ഞു പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിന് പകരം ഇത് സുതാര്യമാണ് എന്നും അത് നിയമപരമാണ് എന്നും പറഞ്ഞിരിക്കുന്നത് CPM ആയതുകൊണ്ട് അത് അങ്ങനെ അല്ല എന്നൊരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു എൻക്വയറിയിൽ വന്നാൽ പോലും അതിന്റെ എക്സ്റ്റൻഡഡ് ലയബിലിറ്റിയും ഈ സംവിധാനത്തിനുണ്ട്, പാർട്ടിക്കുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. അത് ചോദിക്കുന്ന സമയത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര ഏജൻസികൾ എത്ര FIR ഇട്ടു എന്ന് ചോദിക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമോ? ഇപ്പൊ BJP അത് എൻറ്റയർലി ഡിഫറന്റ് വിഷയമാണ്. അങ്ങനെ ഒരു ആരോപണം താങ്കൾക്കുണ്ടെങ്കിൽ അത് മറ്റൊരു ചർച്ചയാണ്. അല്ലാതെ BJP ഭരിക്കുന്ന ഇപ്പൊ ഗുജറാത്തിലോ UP-യിലോ FIR ഇട്ടതിന് ശേഷം മാത്രമേ ഇവിടെയുള്ള ഒരു കേസ് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ, ഷോൺ ജോർജിന്റെ പരാതി അപ്പോൾ മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറും തൊടി ന്യായങ്ങളാണ്. ആ ന്യായത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ചോദിക്കുന്നത്, അതിപ്പം ഞാനായിക്കോട്ടെ, ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആയിക്കോട്ടെ, ആരെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോടോ ഒരു കമ്പനിയോടോ ചോദിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറുപടി അവർ പറയാൻ കഴിയണമെന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് എന്ത് അർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അല്ല വീണ വിജയൻ പറയേണ്ടത്. നേരെ മറിച്ച് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനം ഒന്ന്. രണ്ട്, അവർ നടത്തിയിരിക്കുന്ന എൻക്വയറിയാണ്. രണ്ട്, പിന്നെ നമ്മുടെ ഈ ഓർഡർ ഇട്ടിരിക്കുന്ന കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ട് ROC എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് KSIDC ആണെങ്കിൽ കൃത്യമായ മറുപടി പറയണം. അല്ലാതെ മറുപടി പറയാതെ അരി എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം എന്താണ്? ഇവരുടെ അക്കൗണ്ടബിലിറ്റി എന്താണ്? ഇവരുടെ ക്രെഡിബിലിറ്റി എന്താണ്? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യം പോലെയല്ല, അതിനുള്ള നിയമപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനം എവിടെയുള്ളപ്പോൾ അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞേ മതിയാകും. അപ്പൊ അതിന് അവർക്ക് തോന്നുന്ന പോലെ മറുപടി പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കമ്പനി കാര്യം നോക്കുകയാണ്. അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ കമ്പനി ആണ് എങ്കിൽ പോലും
അവർക്കത് പറയാൻ പറ്റില്ല, അവരുടെ സ്വന്തം കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ശ്രീ പ്രഭാത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അവർക്ക് പറയാൻ കഴിയില്ലെങ്കിൽ താങ്കൾ പറയൂ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അറിയാനുള്ളത്. ഒന്ന്, CPM പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. താങ്കൾ CPM അനുഭാവി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് അവിടുത്തെ സേവനം? ആ സേവനം എന്താണ് നൽകിയിരിക്കുന്നത് എന്നതിനെ പറ്റി ഇന്നേ വരെ നമ്മുടെ മുന്നിൽ ഒരു തുണ്ട് പേപ്പർ പോലും ഇല്ല. ഇന്ന സേവനങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്ന് ഈ ന്യായീകരിക്കുന്ന ഒരാൾ പോലും പറയുന്നില്ല. അപ്പൊ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ആ ചോദ്യമാണ് ROC ചോദിക്കുന്നത്. എന്താണ് അവിടെ നൽകിയിരിക്കുന്ന സേവനം? അതിന് മറുപടിയില്ല. രണ്ട്, നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള പാർട്ടിയുടെ വിഷയമോ ഇൻഡിവിജ്വലിന്റെ വിഷയമോ അല്ലാതിരിക്കുന്ന KSIDC, ഞാൻ ചോദിക്കുന്ന KSIDCക്ക് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് ക്രമക്കേട് വഴി അവർക്കുണ്ടായിരിക്കുന്ന ഒരു എക്സ്പെൻസിനെ ബിസിനസ് എക്സ്പെൻസ് ആണ്, നഷ്ടമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു നെഗറ്റീവ് സോഴ്സ് ആയിട്ട് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നു. KSIDC മറുപടി പറയേണ്ടതല്ലേ? KSIDC എന്താ മറുപടി പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നോട്ടീസുകൾ കൊടുത്തതിന് ശേഷവും KSIDC മറുപടി നൽകാത്തത് എന്താണെന്നുള്ള ഒരു ചോദ്യമല്ലേ? അതിനും ശ്രീ പ്രഭാത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയണ്ടേ? ഞാൻ പറയുന്നത് ഇത് ശ്രീ പ്രഭാതിന്റെ ഉത്തരവാദിത്തമാണ് എന്നല്ല. ഞാൻ പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി തരണമെന്നില്ല, ശരി തന്നെ. പക്ഷെ ഇത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ചോദിച്ചു കഴിഞ്ഞാൽ, ROC ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനികളോട് ചോദിക്കരുതോ? അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യം കിട്ടട്ടെ. അത് ഏത് വകുപ്പ് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് വഴിയാണ്. ആ കമ്പനീസ് ആക്ട് വഴി ഇവർക്കെല്ലാം അധികാരപ്പെട്ട ആൾക്കാരാണ്, ഉത്തരവാദിത്തമുണ്ട്, നിയമപരമായിട്ടുള്ള ചുമതലകളും അധികാരങ്ങളുമുണ്ട്. അവർ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവൻ ചോദിച്ചാൽ പറയത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരാളിനെ ബഹിഷ്കരിക്കാൻ കഴിയില്ല. KSIDCക്ക് തീരെയും കഴിയില്ല. കാരണം അവിടുത്തെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി കൗതുകരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനത് പറയാം. താങ്കൾ പറഞ്ഞ ജയ്ഷ ബാറ്റ് എടുത്തിട്ടുണ്ടോ? ജയ്ഷ ബാറ്റ് എടുക്കാതെ എങ്ങനെയാണ് ICCയിലും മറ്റും പോയത്? ICCയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് അല്പം മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഏതൊരു സ്പോർട്സിന്റെ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് ആ സ്പോർട്സ് കളിക്കണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി, ആ ഒരു മന്ത്രി ഒരു വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹം ഇപ്പൊ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ആയതുകൊണ്ടാണോ അങ്ങനെ ആയിരിക്കുന്നത്? അല്ല. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്താണ്? മാധ്യമ പ്രവർത്തന ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഡോക്ടറിന് മാത്രമേ അത് പറ്റൂ എന്നുണ്ടോ? അങ്ങനെയില്ല. കാരണം അവിടെ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ഇവർ രോഗികളെ ചികിത്സിക്കാനല്ല പോകുന്നത്. അതേപോലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടുന്ന ആൾക്കാരാണ് അവിടെ പോകേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജയ്ഷയ്ക്ക് അതിന് പരിചയമില്ലാന്ന് എങ്ങനെ പറയാൻ കഴിയും? കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഫീൽഡ് ഇതാണ്. അദ്ദേഹം അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ബോർഡിൽ, പണ്ടുണ്ടായിരുന്ന സെൻട്രൽ ക്രിക്കറ്റ് ബോർഡ്, അതിൽ അദ്ദേഹം അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം GCAയിൽ വരുന്നു, ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ. ആ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് അവരുടെ നോമിനിയായിട്ട് അദ്ദേഹം BCCIയിലേക്ക് വരുന്നു. പിന്നീട് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലുണ്ട്. അപ്പൊ അത് മോഡിയുടെ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അമിത്ഷായുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് ഇപ്പൊ ഇടതുപക്ഷം, താങ്കൾ ഇടതുപക്ഷത്തിന്റെ അനുഭാവി ആയതുകൊണ്ട് ഞാൻ പറയാം, ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൂടി സ്റ്റേറ്റ് ഭരണത്തിൽ, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി ഇവിടെ UP ഒന്നാം സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവ് 2005 മുതൽ 2008 വരെ BCCIയുടെ പ്രസിഡന്റ് ആരായിരുന്നു? താങ്കൾക്കറിയോ? ശരത് പവാർ ആയിരുന്നു. ശരത് പവാർ രാഷ്ട്രീയക്കാരനാണോ? അതോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണോ ശരത് പവാർ? താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 വർഷം അദ്ദേഹം BCCIയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം, താങ്കൾക്ക് താല്പര്യമുള്ള ഐഡിയോളജിക്കൽ പ്രസ്ഥാനം പിന്തുണ നൽകാതിരുന്ന രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം 2-3 വർഷം ICCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിപ്പിച്ച് തന്നിരിക്കുന്ന, ബാറ്റ് നന്നായിട്ട് പിടിക്കാൻ അറിയുന്ന, നന്നായി ബോൾ അറിയാൻ അറിയുന്ന ക്രിക്കറ്റർ ആയതുകൊണ്ടാണോ അദ്ദേഹം ICCയിലേക്ക് പോയത്? അല്ല. അപ്പൊ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ പറയുന്നത്, അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ശരത് പവാറിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല. അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെയുള്ള BCCIയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല സംഘടനകളിൽ, പല ക്രിക്കറ്റ് അസോസിയേഷനുകളിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നയാളാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരാളിന്റെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട്, ജഗ്മോഹൻ ഡാൽമിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടയാളാണ്. ജഗ്മോഹൻ ഡാൽമിയ ഇവിടെ സ്ഥിരമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, താങ്കൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായിട്ടുള്ള ആരോപണം പറയുന്ന സമയത്തും താങ്കൾ ഉപയോഗിക്കുന്ന ഉപമകളും താരതമ്യങ്ങളും എല്ലാം തന്നെ ടോട്ടലി ഔട്ട് ഓഫ് പ്ലേസ് ആണ്. താങ്കൾ ഇതങ്ങ് വിട്ടേക്കൂ. ഇപ്പൊ നമ്മൾ ഇത് ബൈ ചാൻസ് പറഞ്ഞു വന്നിരിക്കുന്ന വിഷയമാണ്, അതങ്ങ് വിട്ടേക്കൂ. പക്ഷെ ഇവിടെ പറയേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വീണ വിജയന്റെ കമ്പനി നൽകിയിരിക്കുന്ന സേവനം എന്താണ്? ആർക്കും അറിയില്ല. CPMന് അറിയില്ല. സൈബർ അണികൾ ചിലതൊക്കെ പാടി പുകഴ്ത്തുന്നു, പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് സേവനമാണെന്ന് ആർക്കും അറിയില്ല. KSIDCയുടെ പങ്കിനെ പറ്റി അറിയില്ല. KSIDC മറുപടി നൽകാത്തത് എന്താണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? KSIDCക്ക് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ ഈ ഉത്തരങ്ങൾ ഇവിടെ കിട്ടണം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. അവിടെയാണ് പ്രശ്നം. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാളിന്റെ വീട്ടിലേക്ക് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് കുറെ ചർച്ചകൾ നടത്തി, അപ്പൊ എനിക്ക് ഇങ്ങനെ പൈസ തരാൻ പറ്റി എന്ന് അങ്ങനെയാണ് പറയേണ്ടത്.
എന്തെങ്കിലും ഒരു കാര്യമാണോ പറയേണ്ടത്? എനിക്ക് അവരുടെ പരിചയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടി, അപ്പൊ എപ്പോഴേലും വല്ല വരുന്ന സമയത്ത് ഞാൻ അങ്ങ് ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു, അങ്ങനെയാണോ? അല്ല. അതിൽ തന്നെ പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാം. എന്തിനുള്ള സോഫ്റ്റ്വെയർ? അപ്പൊ ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയോ? അതിന് ഷെഡ്യൂൾ എന്തായിരുന്നു? ഏത് സമയത്ത് അത് ഡെലിവർ ചെയ്തു? ഇതൊക്കെ ആൾക്കാർ അറിയേണ്ടതല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരുന്നത് എന്നതിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. അതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വലിന്റെ കമ്പനി എന്നല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് അങ്ങയുടെ മറുപടി എന്താണ്? അതിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ FIR ഇട്ടതിന് ശേഷം മാത്രമേ പറയൂ എന്നാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അല്ലെങ്കിൽ താങ്കൾ അതിനൊരു ലോജിക്കലായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എങ്കിലും അതിൽ നടത്തേണ്ടതാണ് എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.